തമിഴ്നാട്ടിൽ പേരയ്ക്ക വിളവെടുപ്പ് തുടങ്ങിയതോടെ പാലക്കാടൻ തെരുവുകളിലും പേരയ്ക്കക്കാലം. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വഴിയോരങ്ങളിലും പഴക്കടകളിലും ഗുഡ്സ് ഓട്ടോറിക്ഷകളിലുമെല്ലാം നിറഞ്ഞു കിടക്കുകയാണ് വിവിധ ഇനം പേരയ്ക്കകൾ. ദിവസവും നിരവധി പേരാണ് പേരയ്ക്ക വാങ്ങാനായി എത്തുന്നത്. വിപണിയിൽ പേരയ്ക്കയുടെ വരവ് കൂടിയതോടെ കച്ചവടവും സജീവമായി. തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ നിന്നാണ് പാലക്കാട് ഉൾപ്പെടെയുള്ള കേരള വിപണികളിലേക്ക് പേരയ്ക്ക വൻതോതിലെത്തുന്നത്. ദിണ്ടിഗൽ, മധുര, തേനി, നാമക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് പ്രധാനമായും പേരയ്ക്ക എത്തുന്നത്. ഇതിനു പുറമെ ആന്ധ്രാപ്രദേശിൽ നിന്നും പേരയ്ക്ക കേരള വിപണിയിലെത്തുന്നുണ്ട്. ജൂലൈയോടെയാണ് പേരയ്ക്കയുടെ വിളവെടുപ്പ് ആരംഭിക്കുന്നത്. എന്നാൽ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് വിപണിയിൽ പേരയ്ക്ക കൂടുതൽ സജീവമാകുന്നതെന്ന് കച്ചവടക്കാർ പറയുന്നു. வாங்கிட்டு வரோம். என்ன விலையெல்லாம் எப்படி? விலையெல்லாம் சமயம் போல் போகும். பூ சீசன் அதிகமாக இருந்தால் விலை குறவாகும், சீசன் குறவாக இருந்தால் விலை கூடுதலாகும். இப்போ குறவா சீசன்? இப்போ கொஞ்சம் குறவாக இருந்துச்சு, இந்த 2-3 நாளாக விலை கூடிருச்சா? ஓ ஓகே. கச்சவடம் எப்படி? കച്ചവടമെല്ലാം ഭയങ്കര പോട്ടിയിൽ പോയിട്ട്. அப்படியா? ഓക്കെ. എങ്ങനെ വിലയൊക്കെ ഇപ്പം എങ്ങനെയാണ്? കിലോ 80, 1.25 കിലോ 100. 1.25 സീസണാണോ? ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് വരുന്നത്? പളനി. നിങ്ങൾ അവിടെ നിന്ന് വരുന്ന? കായല്ല പളനി. നിങ്ങൾ ഇവിടെ തന്നെ അടുത്ത ഉടമളപ്പേട്ട. അതെയോ? ആ, ആൾക്കാരെങ്ങനെ നിറയെ വാങ്ങുന്നുണ്ടോ? ഓ, നല്ല മധുരമുള്ള കായ്, കുഴപ്പമില്ല. 5-6 കിലോ മണിക്ക്. ഓക്കെ. നിലവിൽ കിലോയ്ക്ക് 80 രൂപ മുതലാണ് വില. വിപണിയിലെത്തുന്ന പേരയ്ക്കയുടെ അളവിനും ഗുണനിലവാരത്തിനും അനുസരിച്ച് വരും ദിവസങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടാകാനും സാധ്യതയുണ്ട്. വെളുത്ത നിറമുള്ള നാടൻ പേരയ്ക്കയും ഇളം ചുവപ്പ് നിറത്തിലുള്ള തായ്വാൻ പിങ്കുമാണ് പ്രധാനമായും പാലക്കാട് വിപണിയിലെത്തുന്നത്. രൂപത്തിലും രുചിയിലും ഘടനയിലും രണ്ടിനും വ്യത്യാസങ്ങളുണ്ട്. താരതമ്യേന കൂടുതൽ വലിപ്പവും കട്ടിയും ഉറപ്പുമേറിയതുമാണ് വെളുത്ത പേരയ്ക്ക. അതുകൊണ്ടുതന്നെ കൂടുതൽ ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാനാകും. ദൂരസ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനായി ഇത്തരം പേരയ്ക്കകളെയാണ് വ്യാപാരികൾ കൂടുതലായി തിരഞ്ഞെടുക്കുന്നത്. അതേസമയം കട്ടി കുറഞ്ഞ തൊലിയും മികച്ച സുഗന്ധവും കൂടുതൽ മധുരവുമാണ് തായ്വാൻ പിങ്കിന്റെ പ്രത്യേകത. കഴിക്കുമ്പോൾ ലഭിക്കുന്ന മൃദുത്വവും രുചിയുമാണ് ഈ ഇനത്തിന് ആവശ്യക്കാരേറാൻ കാരണം. പേരയ്ക്ക ജ്യൂസായും പഴമായും കഴിക്കുന്ന പതിവിനപ്പുറം വൈവിധ്യമാർന്ന വിഭവങ്ങളിലേക്കും പേരയ്ക്കയുടെ രുചി വ്യാപിച്ചു കഴിഞ്ഞു. ചെറു കഷ്ണങ്ങളായി മുറിച്ച് ഉപ്പും മുളകുപൊടിയും നാരങ്ങാനീരും ചേർത്ത് കഴിക്കുന്നതാണ് പലരുടെയും പ്രിയപ്പെട്ട രുചിക്കൂട്ട്. ഫ്രൂട്ട് സലാഡുകളിലും പേരയ്ക്കയ്ക്ക് പ്രധാന സ്ഥാനമുണ്ട്. ഇതിനു പുറമെ പേരയ്ക്ക അച്ചാർ, പച്ചപ്പേരയ്ക്കയിൽ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ചെറിയുള്ളി, ഉപ്പ് എന്നിവ ചേർത്തുണ്ടാക്കുന്ന ചമ്മന്തി തുടങ്ങിയവയും വീടുകളിൽ പരീക്ഷിക്കപ്പെടുന്നു. തൈരും തേങ്ങയും ചേർത്തുള്ള പേരയ്ക്ക കിച്ചടി, പേരയ്ക്ക ജാം, പേരയ്ക്ക ഹൽവ തുടങ്ങിയ വിഭവങ്ങളും പേരയ്ക്കയുടെ സാധ്യതകൾ കൂടുതൽ വിപുലമാക്കുന്നു. രുചിയിൽ മാത്രമല്ല, ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിലും പേരയ്ക്ക മുന്നിലാണ്. വൈറ്റമിൻ സി, ഫൈബർ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പന്നമാണ് പേരയ്ക്ക. രോഗപ്രതിരോധശേഷി മെച്ചപ്പെടുത്താനും ദഹനം സുഗമമാക്കാനും പേരയ്ക്ക സഹായകരമാണെന്ന് പൊതുവെ കണക്കാക്കപ്പെടുന്നു. ഫൈബർ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനാരോഗ്യത്തിനും പേരയ്ക്ക ഗുണകരമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം, ഹൃദയാരോഗ്യം, ചർമ്മ സംരക്ഷണം തുടങ്ങിയവയിലും പേരയ്ക്കയിലെ പോഷക ഘടകങ്ങൾക്ക് പ്രയോജനമുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. വിളവെടുപ്പ് സജീവമാകുന്നതോടെ വരും ദിവസങ്ങളിൽ പാലക്കാട്ടെ വിപണിയിൽ പേരയ്ക്കയുടെ വരവ് ഇനിയും വർദ്ധിക്കുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. UTV ന്യൂസ്, പാലക്കാട്.